കാലം ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറുന്ന മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കും എന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. ഈ നിങ്ങൾ ഈ കണ്ട വീഡിയോ ഈ ജൂൺ 15 നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കി കൊടുത്തത് വലിയ രീതിയിൽ അതിനെ സാരമായിട്ട് പ്രൈവറ്റ് ബസ് മുതലാളിമാരെയും പ്രൈവറ്റ് ബസ്സിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളിമാരെയൊക്കെ ബാധിച്ചു എന്നുള്ളൊരു കാര്യം അടിസ്ഥാനത്തിലെടുത്തുകൊണ്ട്, അല്ല അതൊരു കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു മേഖല ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മളുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആളുകളുമൊക്കെ ഒരു പ്രോമിസ് അവർക്ക് കൊടുത്തത്. അന്ന് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുണ്ടായിരുന്ന CP ജോൺ അടക്കമുള്ള ആളുകൾ ഈ ഒരു രീതിയിൽ അവർക്കൊരു പ്രോമിസ് കൊടുത്തിട്ട് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ കൂടി കാണാനിടയുണ്ടായി. ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളത് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കിക്കോ. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിനൊരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. ഈ ഓണത്തിന് മുമ്പായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പം നിലവിലുള്ളതിൽ പകുതിയിലധികം ഓടാൻ കഴിയാതെ, ഡീസലടിക്കാൻ കഴിയാതെയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെയും അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാതെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ തന്നെ പല ബസ്സുകളും പകുതി ട്രിപ്പുകളെ ഓടുന്നുള്ളൂ. കമ്മീഷന്റെ സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സംസ്ഥാനത്ത് ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സംസ്ഥാനത്തെ 70-ലധികം ബസ് യാത്രക്കാരുടെ യാത്രാ സംവിധാനം നിറവേറ്റുന്ന സ്വകാര്യ ബസ്സുകൾ ഇനിയൊരു 3 മാസം കൂടി നിൽക്കേണ്ടി വന്നാൽ ഈ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇനിയൊരു 3 മാസം കൂടി പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. ഇത് അതിനു മുൻപ് തന്നെ പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും. പൊട്ടിച്ച പടക്കവും വെച്ച പൊങ്കാല കലവും പായസപാത്രവും അല്ലെങ്കിൽ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ബാക്കിയുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ഇന്നലെ ചോദിച്ചു. ഇന്നോ തന്നെ ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പരിപാടി അങ്ങോട്ട് ഒന്ന് കൊഴുപ്പിക്കുക. പിണറായി വിജയൻ പോകണം, പിണറായി വിരുദ്ധത പരത്തണം, ഇടതുപക്ഷം ഇവിടെ വേരോടെ പറിച്ചെറിയണം, ഇടതുപക്ഷത്തിൻ്റെ വേര് അറുത്ത് കളയണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊരു പരിപാടിയായിട്ടങ്ങ് ഇറങ്ങിയതാണ്. പക്ഷേ അത് ശരിക്കും കിട്ടിയത് ഇവർക്ക് തന്നെ തിരികെ കിട്ടുകയായിരുന്നു, ഒരു ബൂമറാങ് പോലെ തിരികെ കിട്ടുകയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അയാൾ ഇന്ന് കരയുന്നതിന് തുല്യമായിട്ട് സംസാരിക്കുന്നത്. അയാൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മന്ത്രിമാർ കേട്ടു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേട്ടു, ഗതാഗത മന്ത്രി കേട്ടു, എന്നിട്ട് അതിനെപ്പറ്റി ഒരു കാര്യം മിണ്ടുകയോ അതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനപ്പുറത്തൊക്കെ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സതീശൻ ജിയുടെ ആദ്യത്തെ തള്ള് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലേ? ആ തള്ള് കണ്ട് ഇത് ഇലക്ഷന് മുൻപ് പറഞ്ഞല്ലേ, ഇലക്ഷന് ശേഷം, ഇലക്ഷന് മുൻപ് ഇവർ പറഞ്ഞിട്ടുണ്ട്, അല്ലെ പ്രിയദർശിനിയിൽ സൗജന്യ യാത്ര കൊണ്ടുവരുമെന്ന് പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സ്വകാര്യ മേഖല ഉയർത്തിക്കൊണ്ട് വരും, സ്വകാര്യ ബസ് തൊഴിലാളിമാരുടെ ജോലിയൊന്നും ഇതോടുകൂടി നഷ്ടപ്പെടത്തില്ല, അവർക്ക് വേണ്ടിയൊരു പദ്ധതിയും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് അന്ന് ഇവർ പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം ഈ ജൂൺ 15 വീണ്ടും മുഖ്യമന്ത്രി ഒരു യോഗം ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസംഗ വേളയിൽ വീണ്ടും പറയുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയൊക്കെ ഞങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് സർക്കാർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ. ആ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ഈ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പരിപാടി കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചിരി വന്ന് ഈ കമൻറ്റ് വായിച്ചപ്പോഴാണ്. എവിടെയും ഓടിയെത്തുന്നൊരു മുഖ്യമന്ത്രി, ആര് വിഷമിച്ചാലും അവരെ ചേർത്ത് പിടിക്കുന്നൊരു മുഖ്യമന്ത്രി, എല്ലാവരുടെയും കണ്ണീരൊപ്പുന്നൊരു മുഖ്യമന്ത്രി, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നൊരു മുഖ്യമന്ത്രി, ഒറ്റ നിലവിൻ്റെ തമ്പുരാൻ, നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം ക്ലീശയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അങ്ങ് മെഴുകിയിട്ടിരിക്കുക. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, കഴിഞ്ഞ ജൂൺ 15 പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇവരെടുത്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ബസ് തൊഴിലാളിമാരുടെ അല്ലെ ബസ് സംഘടനയുടെ ഒരു നേതാവായിട്ടൊരു മനുഷ്യൻ വന്നിട്ട് ഈ രീതിയിൽ കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നോ? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്നുള്ളത്. ആ പറഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അല്ല പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നടന്നിരിക്കുക, നല്ല രീതിയിൽ ചെയ്തു കൊടുത്തു. ഇവരുടെ ബസ്സെല്ലാം കട്ടപ്പുറത്തേക്ക് ആവുന്ന രീതിയിലേക്ക് നല്ലൊരു പരിപാടി, ഒരു പദ്ധതി അങ്ങ് ഒരുക്കി കൊടുത്തു. പക്ഷേ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നാണല്ലോ നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുൻപുള്ള സമയങ്ങളിലും കഴിഞ്ഞ മാസങ്ങളിലുമൊക്കെ പറഞ്ഞത്. അതായത് ടിക്കറ്റിൽ കൂടി മാത്രമല്ലല്ലോ ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് കാശുണ്ടാക്കാൻ പറ്റുക. ടിക്കറ്റ് അല്ലാതെ ഇവർക്ക് എത്രയോ നല്ല മാർഗ്ഗങ്ങളുണ്ട്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്സിനുള്ളിൽ ഒരു തിയേറ്റർ വേണമെങ്കിൽ നിർമ്മിക്കാം, ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് വെച്ചിട്ട് ഒരാൾക്ക് 1 രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്നതിന് 1 രൂപ, ഇനി ടോയ്ലറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 രൂപ, അങ്ങനെയൊക്കെ എത്ര പരിപാടികളുണ്ട്. വേണമെങ്കിൽ ഒരു ഹണിമൂണിൻ്റെ ഒരു പാക്കേജ് പോലെ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം.
ഒരു ഓയോ റൂം വേണമെങ്കിൽ നമുക്ക് ബസ്സിനുള്ളിൽ ചെയ്യാം, ഈ പറക്കും തളിയിലൊക്കെ പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ബസ് വേണമെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ഫുഡ് ട്രക്ക് ആക്കാം, സഞ്ചരിക്കുന്ന ATM ആക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ടിക്കറ്റ് ഇത്ര വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ളത്. എന്നിട്ട് ഇവരിതൊന്നും ചെയ്യാതെ ഈ വലതുപക്ഷത്തിനെതിരെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, ഇടതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞവന്മാർ വലതുപക്ഷത്തിനെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ നിയമസഭയിലുള്ള മന്ത്രിസഭയിലുള്ള ഇന്നത്തെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ. നിങ്ങളെന്താണ് വിചാരിച്ചത്? ഞാൻ ഈ ബസ് തൊഴിലാളിമാരോട് ചോദിക്കുക, അല്ലെ ബസ് മുതലാളിമാരോട് ചോദിക്കണം, നിങ്ങളെന്താ വിചാരിച്ചത്? പിണറായി വിജയനാണ് ഈ നാട്ടിലെ പ്രശ്നമെന്നാണോ? പിണറായി വിജയനെ തോൽപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണോ? എന്നാൽ നിങ്ങൾക്ക് അവിടെയും വീണ്ടും തെറ്റ് പറ്റുകയായിരുന്നു. പിണറായി വിജയനായിരുന്നു ശരി. പിണറായി വിജയൻ, ഞാനിത് അടിച്ചേൽപ്പിക്കുക അല്ലെ അങ്ങനെ ഞാൻ പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ ഒരു തൊഴിലാളി പറഞ്ഞൊരു കാര്യമാണ്, മുതലാളിക്ക് വേണമെങ്കിൽ കൂലിപ്പണിക്ക് പോകാം, 1000 രൂപ അയാൾക്ക് കിട്ടും, ഞങ്ങൾ എന്ത് പണിക്ക് പോകും എന്നാണ് അയാൾ ചോദിച്ചത്. ഇനി ഒന്നേന്നൊരു പണിക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം മിക്ക ആളുകൾ ഈ പണിക്ക് തന്നെ പോയിരിക്കുന്നതുകൊണ്ട് ഒരു പണിക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പോയാൽ തന്നെയും ഇനി എങ്ങനെ ഒന്നേന്ന് ഇവർക്ക് ഇതെല്ലാം ചെയ്ത് പഠിച്ചൊക്കെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിപാടികളും പദ്ധതികളുമൊക്കെ ആയിട്ട് നമ്മുടെ പൂക്കികൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൂക്കി നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അതായത് ടിക്കറ്റ് ഇത്ര വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഞങ്ങളത് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിൽ ഇപ്പോൾ പാർസൽ, കൊറിയർ, അഡ്വർടൈസ്മെന്റ്, ഈ 3 കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അത് മോണത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ കൊറിയർ സർവീസ് നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പാർസൽ സർവീസിന്റെ വെയിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് മുകളിൽ ഇത് കയറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പണ്ട് പറ്റുമായിരുന്നു, ഇപ്പോൾ ചില നിബന്ധനകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിൽ ലിബറൽ ആയിട്ടുള്ള സമീപനമാണ് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് അവർ പറഞ്ഞു. വാഹനങ്ങളുടെ അകത്തും പുറത്തും അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ഒരു അനുവാദം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. എൻ്റെ പൊന്ന് മന്ത്രി, ഒരു ബിഗ് സല്യൂട്ട്. വാഹനങ്ങളുടെ അകത്തും പുറത്തുമൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം അവർക്കെന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നല്ലൊരു ജനപ്രതിനിധിക്ക് ഇതൊക്കെ സാധിക്കുള്ളൂ. അല്ലാതെ ഒരു ഒരാൾക്കൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങേ ഞാൻ അഭിമാനിക്കുന്നു, അങ്ങേ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു, അല്ല ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നു. കാരണം എന്തൊരു മണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാഴ്സൽ സർവീസ് ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്ന പ്രോമിസ് അനുസരിച്ചിട്ട് പാഴ്സൽ കൊണ്ടുപോകാനോ ലോഡിംഗ് തൊഴിലാളി ആവണമെന്നൊന്നും ആയിരുന്നില്ല. പക്ഷേ അതിലേക്ക് അവരെ മാറ്റി. അവരുടെ അന്നം മുട്ടിച്ച് അവരുടെ ചോറിൽ മണ്ണ് വാരിയിട്ടിട്ട് അവരോട് പറയണം പാഴ്സലും കൊണ്ട് വേണേൽ പോയിട്ട് പൈസ ഉണ്ടായിക്കോ, അതാണ് നിങ്ങൾക്ക് പറ്റിയ പണിയെന്ന്. 2, പരസ്യം. KSRTC ബസ് പോലെ ഒരൊറ്റ പെയിൻ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചുമരിൽ ചുമ്മാ പെയിൻ്റ് അടി അറിയാത്ത ഒരാൾ പെയിൻ്റ് അടിക്കുന്നത് പോലെയുള്ളൊരു വാഹനമാണോ ഈ സ്വകാര്യ ബസ്സുകൾ? എത്രയോ ലക്ഷങ്ങൾ മുടക്കിയാണ് ഒരു സ്വകാര്യ ബസ്സിൻ്റെ ബോഡി മോഡിഫൈ ചെയ്ത് അല്ലെ മോഡി പിടിപ്പിച്ച് നല്ല അടിപൊളി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോലെ തന്നെ പെയിൻറ്റും ചെയ്ത് ടൂറിസ്റ്റ് ബസ്സുകളെ പോലെ തന്നെ സ്റ്റിക്കർ വർക്കും ചെയ്ത് ഇവർ നിരത്തിലിറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ബസ്സുകളുടെ വ്യത്യാസം അല്ല, ആ ബസ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ. നമ്മൾ വിനോദയാത്രകൾക്ക് ഉപയോഗിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ പോലെ തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഓരോ സ്വകാര്യ ബസ്സുകളും. എത്രത്തോളം മോഡി പിടിപ്പിക്കാമോ അത്രത്തോളം മോഡിഫിക്കേഷൻ പോളിസിയിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആ മോഡിഫിക്കേഷൻ പോളിസിയെ അനുകൂലിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു പോളിസി വയലേറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഈ വാഹനങ്ങളെല്ലാം മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഈ വാഹനങ്ങളെല്ലാം മോഡി പിടിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ളൊരു വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. ഇന്നർ വെയേഴ്സ്, നല്ല ഗുണനിലവാരമുള്ള ജട്ടികൾ 4 എണ്ണം എടുത്താൽ 10 രൂപ എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് പരസ്യം ഒട്ടിക്കാം. അങ്ങനെ ഒട്ടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒട്ടിച്ചാലും നിങ്ങൾക്ക് വരുമാനം കിട്ടും. എത്ര രൂപയാണ് ഒരു പരസ്യം? ഞാൻ KSRTC ബസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ചില പരസ്യങ്ങൾക്ക് 5 രൂപ അല്ലെങ്കിൽ 1 രൂപയിൽ പരസ്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഈ ഓടാത്ത ബസ്സിൽ പരസ്യം ഒട്ടിച്ചിട്ട് എന്താണ് സാറുമാരെ ഒരു കാര്യം? KSRTC ആണ് ഇടയ്ക്കെങ്കിലും, KSRTC ഇപ്പോൾ നല്ല രീതിയിൽ ഓടുന്നുണ്ട്, KSRTC നല്ല രീതിയിൽ ഓടുന്നുണ്ടെങ്കിലും പറയാം. ഈ സർവീസിന് ആളെ കിട്ടാത്ത ആളുകൾക്ക് ബസ്സിൽ ഈ പറയുന്ന പരസ്യം ഒട്ടിച്ചിട്ട് ഓടിയിട്ട് എന്ത് കിട്ടാനാ? അതും ജട്ടിയുടെയും മറ്റുള്ള സാധനങ്ങളുടെയൊക്കെ പരസ്യം കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാണ്? വലിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ചിലർ ഇവർ പറയുന്നത്. ഈ CP ജോൺ അടക്കമുള്ള നമ്മുടെ മന്ത്രിസഭയിലുള്ള ഭരിക്കുന്ന ഭരണപക്ഷത്തിലുള്ള ആളുകൾ പറയുന്നത്. ഇവർ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. കാരണം 5 വർഷം ഇനി ഇത് തന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. പിണറായി വിജയനെ അങ്ങ് തോൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടി, ഞങ്ങളുടെ പോക്കറ്റ് ഇപ്പോൾ വീർക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചവന്മാർക്ക് കിട്ടി 8ൻ്റെ പണി. ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പിണറായി വിജയനെതിരെ കഴിഞ്ഞ ദിവസം ഇവർ പോസ്റ്റ് ഇട്ടത് ഞാൻ നിങ്ങളെ കാണിച്ചാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങളെ നശിപ്പിച്ച അല്ലെ ഞങ്ങളുടെ ഈ
ഒരു ഉപജീവന മാർഗ്ഗം ഞങ്ങൾക്ക് വരുമാനമില്ലാതെയാക്കിയ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർക്ക് പിണറായി വിജയൻ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതെയാക്കിയതെന്നോ അല്ലെ പിണറായി വിജയൻ എന്താണ് ഇവർക്കെതിരെ ചെയ്തതെന്നോ എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. കാരണം ഇവർക്കെതിരെ എന്താണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ചെയ്തതെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഇനി ഞാനൊരു കമ്മിയാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കമ്മി ആയതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവാത്തതെന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് വന്നിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ പുതിയ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാൻ അല്ല ടിക്കറ്റ് വിൽക്കാതെ തന്നെ മറ്റു രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്രോതസ്സ് ഇപ്പോൾ CP ജോൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് കളിച്ച് നോക്ക്, ഇത് വെച്ചിട്ടൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും വിജയിച്ചു പോകാം. ഒന്നും മുന്നിൽ കാണാതെ എന്തായാലും വലതുപക്ഷം ഈ രീതിയിലുള്ള പരിപാടിയൊന്നും ചെയ്യില്ല, ഒരാളെയും വിഷമിപ്പിക്കത്തില്ല, എല്ലാവർക്കും കിട്ടേണ്ടത് കൃത്യമായിട്ട് തന്നെ കൊടുക്കും. പിന്നെ സലീം കുമാറിന് പ്രത്യേകിച്ച് 1 കോടി രൂപയുടെ സ്മാരകമുള്ളത് കൊണ്ട് തന്നെയും അതിന് പ്രത്യേകം 1 കോടി രൂപ മാറ്റി വെക്കേണ്ടത് കൊണ്ട് തന്നെയും പൊതുഖജാവിൽ നിന്ന് ഫണ്ട് എടുത്ത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ന്യൂനപക്ഷ ജനങ്ങൾ, അതായത് ഈ മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിക്കുന്ന ആളുകളുടെ വേതനം കൊടുക്കാനോ അല്ല അവർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇവർക്കൊന്നും സാധിക്കത്തില്ല. കാരണം ഇവർ അധികാരത്തിൽ വന്നതേ പ്രമാണിമാർക്ക് വേണ്ടിയിട്ടാണ്. അദാനിയെ പോലെയുള്ളവരുടെ ഷൂ നക്കാനും അദാനിയെ പോലെയുള്ളവരുടെ പിന്നാലെ നടക്കാനും, നിൻ്റെ പിന്നാലെ നടക്കാനല്ല നിൻ്റെ മുന്നിൽ നടക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്ന പോലെ പ്രമാണിമാരുടെ മുന്നിൽ കുട പിടിച്ച് നടക്കാനും ഒക്കെ ഇവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെ ഇവർ നല്ല കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ അതിനിടയിൽ പെട്ടുപോകുന്ന പാവങ്ങളുടെ അവസ്ഥ പെട്ട അവസ്ഥ തന്നെയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും കൊള്ളാം, ടിക്കറ്റ് എതിരെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ച മാർഗ്ഗം അടിപൊളി, സൂപ്പർ, ബലേഫേഷ്.